ഹലോ 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 സർ, നമസ്കാരം. ഇത് ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ നിന്നാണ് സർ വിളിക്കുന്നത്. വിളിച്ചത് ഹോസ്പിറ്റലിന്റെ ഫ്രീ സർവീസിനെ കുറിച്ചൊന്ന് അറിയിക്കാനും അതോടൊപ്പം ഇവിടുത്തെ പേഷ്യൻസിന് വേണ്ടി ചെറിയൊരു ഹെൽപ്പ് കൂടി ചോദിച്ചാണ് സർ കോൺടാക്ട് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോട്ടെ സർ? തിരക്കിലാണോ? പറഞ്ഞോളൂ. സർ, നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പാലിയേറ്റീവ് ഹോസ്പിറ്റലാണ്. 2016 ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കിടപ്പ് രോഗികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ പ്രായമായവർ, മരണാസന്നരായ രോഗികൾ, സ്ട്രോക്ക്, ആക്സിഡന്റിലൊക്കെ പെട്ട് തളർന്നുപോയ പേഷ്യൻസ്, ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയവരെയൊക്കെയാണ് നമ്മളിവിടെ കെയർ ചെയ്യുന്നത്. ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു നോബിൽ ഹോസ്പിറ്റൽ എന്നതാണ്. അതായത് ഇവിടെ ബിൽ കൗണ്ടേഴ്സോ ക്യാഷ് കൗണ്ടേഴ്സോ ഒന്നും തന്നെ ഇല്ല. എല്ലാ സർവീസും സൗജന്യമായിട്ടാണ് നൽകുന്നത്. FSC സിസ്റ്റേഴ്സിന്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഹോസ്പിറ്റലാണ്. 99 ബെഡിന്റെ പാലിയേറ്റീവ് കെയർ ആണിത്. ഇപ്പോൾ ഇവിടെ ഒരു 70ഓളം പേഷ്യൻസ് അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് നൽകി വരുന്നത്. കൂടാതെ സൗജന്യമായിട്ട് ഫിസിയോതെറാപ്പി, ഫ്ലൂയിഡ് ടാപ്പിംഗ്, ഫ്രീ ഡോക്ടേഴ്സ് കെയർ, ഫ്രീ പാലിയേറ്റീവ് മെഡിസിൻസ് എല്ലാം നൽകുന്നുണ്ട്. ഇത്തരം സേവനങ്ങൾക്ക് പുറമെ ദിവസേന 40ഓളം കിഡ്നി പേഷ്യൻസിന് സൗജന്യമായിട്ട് ഡയാലിസിസും ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ എല്ലാ സർവീസും സൗജന്യമായതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുന്നത് പബ്ലിക്കിന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഫെലോഷിപ്പ്, ഡൊണേഷനൊക്കെ വഴിയാണ് സർ. ഞാനിപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്തത് ഇവിടുത്തെ പേഷ്യൻസിന്റെ ഒരു നേരത്തെ ഫുഡിലേക്കോ ഡയാലിസിസിലേക്കോ സാറിനെ കൊണ്ട് കഴിയുന്ന ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. തൃശ്ശൂരാണ് സർ. തൃശ്ശൂർ ഊരകം പല്ലിശ്ശേരി ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ. താങ്കളുടെ പേരെങ്ങനെയാണ്? എന്റെ പേര് ഷംന എന്നാണ് സർ. ഷംന, ഇത് ആയുർവേദ ഹോസ്പിറ്റലാണോ അലോപ്പതി ഹോസ്പിറ്റലാണോ ഹോമിയോ? അലോപ്പതി. അവിടെ എത്ര ഡോക്ടർമാരുണ്ട്? 3 ഡോക്ടേഴ്സ് ഉണ്ട് സർ. എത്ര സ്റ്റാഫ് നേഴ്സ് ഉണ്ട്? നേഴ്സ് ഹലോ 10-15 ഒക്കെ ഉണ്ടാവും സർ. സ്റ്റാഫ് ഉൾപ്പെടെ എത്ര പേരുണ്ട് അവിടെ? നമുക്ക് സ്റ്റാഫ്, ഞങ്ങൾ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ആണ്. വോളണ്ടിയേഴ്സിന് ശമ്പളം ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകും? ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് സാർ. ഞങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വന്ന് ചെയ്യുന്നതാണ്. ഇയാൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി കഴിഞ്ഞു സർ. എവിടെയാണ് വീട്? എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. അടുത്തെന്ന് വെച്ചാ സ്ഥലമില്ലേ? പേര്? ഊരകം. അപ്പൊ നിങ്ങൾ അവിടുന്ന് ഈ ബാക്കി എല്ലാ സ്റ്റാഫുകളും ഊരകത്ത് തന്നെയുള്ളവരാണ്? പുറത്തുനിന്ന് വരുന്നവരുണ്ട്? പുറത്തുനിന്ന് വരുന്നവരുണ്ട്. തൃശ്ശൂർ ആ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ളത്. ഈ ശാന്തിപുരം എന്നല്ലേ പറഞ്ഞു? ശാന്തി ഭവൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? നമുക്കിത് 2016 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് വർഷം കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി എത്ര വർഷമായി? 2016 തൊട്ട് എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ സംഗതി എല്ലാം ഉണ്ടായിരുന്നു. ഉണ്ട്. ഇത് ഈ ശരിക്കും ഈ നമ്പർ, എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? നമുക്കത് റെഫറൻസ് കിട്ടുന്നതാണ്. നമുക്ക് ആരാണ് തന്നെയെന്ന് അറിയില്ല. നമുക്കിവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് പേഷ്യൻസിനൊക്കെ കാണാൻ വരുന്നവരുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ നമ്പേഴ്സ് കളക്ട് ചെയ്യാറുണ്ട്. താങ്കളുടെ പേരെങ്ങനെയാന്ന് പറഞ്ഞാൽ? ഷംനയ്ക്ക് എന്താണ് ശരിക്കുള്ള ജോലി അവിടുത്തെ? നമുക്കിങ്ങനെ ഇവിടുത്തെ ഹെൽപ്പ് ചോദിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഫോൺ വിളിച്ച് ഓരോരുത്തരോട് ഇങ്ങനെ ഹെൽപ്പ് ചോദിക്കുക, ആ ജോലിയാണ് അല്ലേ? അതെ സർ. ഇതിന്റെ മാനേജ്മെന്റ് എത്ര പേരാണ്? അതിനെപ്പറ്റി അറിയാമോ? ഇത് ട്രസ്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ഉണ്ടോ ഇതിന്? ട്രസ്റ്റ് ആണ് സർ. അപ്പൊ എത്ര പേര് കൂടിയാ ട്രസ്റ്റ് നടത്തുന്നത്? ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ നടത്തുന്നത്. ആരാണ്? ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ്. ഫാദർ ജോയ് കുത്തൂരാണ് CE ആയിട്ട് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ സഭയുടെ ഒരു സഹായം അതിനില്ലേ? നമുക്ക് തൃശ്ശൂർ രൂപതയുടെ കീഴിലാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ആദ്യമൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ അവിടെ നിന്നൊക്കെ കുറവാണ് കിട്ടുന്നത്. ഇത് പൊതുജനത്തിനോട് ഇങ്ങനെ ഫണ്ട് ചോദിക്കണം എന്നുള്ള രീതി എന്തുകൊണ്ട് വന്നു? ചോദിക്കുന്ന മറുപടി പറയണം. ഞാൻ നിങ്ങളോട് ഒരു ഹെൽപ്പ് ചോദിച്ചു വിളിച്ചല്ലേ, പിന്നെ സംശയങ്ങൾ തീർക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളതല്ലേ? അപ്പൊ എനിക്കൊരുള്ള സംശയങ്ങൾ, എനിക്കൊരു ഫണ്ട് നിങ്ങൾക്ക് തരണമെങ്കിലോ ഒരു ചാരിറ്റി ചെയ്യണമെങ്കിലോ എന്റെ സംശയങ്ങൾ ദൂരീകരിക്കുക കാര്യം നിങ്ങൾക്കുള്ളതാണ്. ഇതെന്തുകൊണ്ട് നിങ്ങളെ ഒരാൾ ഇതിനു വേണ്ടി തന്നെ എത്ര പേരാണ് നിങ്ങൾ കോൾ ചെയ്യാൻ തന്നെ എത്ര പേരുണ്ട്? നമുക്കൊരു 5-6 പേരുണ്ട് സർ. 5-6 പേരുണ്ട്. ഈ രാവിലെ തൊട്ട് 5-6 പേര് കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ കസ്റ്റമറെ കിട്ടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കസ്റ്റമറെയാണ്?
ചാറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവായിരിക്കും. എനിക്കിവിടെ ഒന്ന് അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അന്വേഷിക്കുന്നില്ല. അവിടെ തൊട്ടടുത്തുള്ളവരെ അന്വേഷിപ്പിച്ച് ചോദിക്കാം എന്നുള്ളതല്ലാതെ അപ്പുറമായിട്ട് ലോകത്തിന്റെ എവിടെ കിടക്കുന്ന മലയാളികളെയും അല്ലെ ഏത് രാജ്യത്തുള്ള ആൾക്കാരെ നിങ്ങൾ ഇതുപോലെ കോൾ നമ്പർ കിട്ടുന്നിടത്ത് വിളിക്കുന്നു, വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യം പറയുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും ഒരു കച്ചവട മനസ്സിലൂടെ ചെയ്യുന്നതല്ലേ ഇത്? കാരണം ഒരു രൂപതയുടെ കീഴിൽ ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയാമല്ലോ അത് ഉണ്ടാക്കിയത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്, അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാം, അല്ലെ പത്രങ്ങളിൽ കൊടുക്കാം, അല്ലെ പൊതുജനങ്ങളെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നിങ്ങളുടെ മാനേജ്മെന്റിൽ ലൈവായിട്ട് ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ചെയ്യാണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാന്ന് പറയാം. ഒരു ടെലിഫോൺ കോളിങ്ങിലൂടെ ഒരു കസ്റ്റമറെ വിളിക്കുന്നതിൻ്റെ അകത്ത് ഒരു ദുരുദ്ദേശമില്ലേ? കാരണം നിങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു ദിവസം വിളിക്കുന്നത് ശരിയല്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾ ചാരിറ്റിയാണ്, നിങ്ങളുടെ ചാരിറ്റി എന്നാന്ന് എനിക്കറിയില്ല, ഞാൻ ഈ കോട്ടയത്ത് കിടക്കുന്ന ഒരാളാണ്, നിങ്ങൾ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്, എന്താണ് നിങ്ങളുടെ ചാരിറ്റി എന്നോ എന്താണ് നിങ്ങൾ ചെയ്യുന്ന അവിടെ എന്ന് എനിക്കറിയില്ല. അറിയാമോ? നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാനേ പറ്റുള്ളൂ. ഈ പറഞ്ഞൊരു ഫെയിം തന്നെ എവിടെ ഉണ്ടോയെന്ന് ഞാൻ ഈ കാര്യത്തിനകത്ത് പഠിക്കാത്ത ആളായതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഒരു ഞാനിപ്പോൾ ഈ ഫണ്ട് തന്നെ നിങ്ങളൊരു അക്കൗണ്ട് നമ്പർ പറയും, അതിൻ്റെ അകത്ത് ഫണ്ട് ചെയ്യാനല്ലേ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയല്ലേ? അല്ല സർ, നമ്മൾ സർവീസ് അറിയിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തതാണ്. അപ്പൊ നിങ്ങളുടെ സർവീസ് എന്ന് പറഞ്ഞ കാര്യം ആദ്യമേ പറഞ്ഞെങ്കിൽ നിങ്ങൾ രണ്ടാമത് പറഞ്ഞ എല്ലാം ചാരിറ്റിയാണ്, സഹായങ്ങളാണ് ചോദിക്കുന്നത് ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഫണ്ട് ഞാൻ തരാം, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഫണ്ട് നിങ്ങൾക്ക് തരുവാണ്, ഞാൻ എങ്ങനെയാ പൈസ തരുന്നത്? സാർ നമ്മുടെ ഡീറ്റെയിൽസ് അയക്കും സാർ, അത് ചെക്ക് ചെയ്തിട്ട് സാറിന് ജെന്യുവൻ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം സാർ റിപ്ലൈ ചെയ്താൽ മതി സാർ. ശരിക്കും റിപ്ലൈ ചെയ്യുന്നവിടെ നിൽക്കട്ടെ, ഞാൻ ഫണ്ട് അയക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഗൂഗിൾ പേ ചെയ്യണോ അക്കൗണ്ട് പേ ചെയ്യണോ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന ഏണിങ്സ് എനിക്ക് അയച്ചു തരുമോ? നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരുമോ? നിങ്ങൾക്ക് എത്ര പൈസ മാസം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര നഷ്ടത്തിൽ ഓടുന്നുള്ള ഡീറ്റെയിലോട് എനിക്ക് അയച്ചു തരുമോ? ഞാൻ ഫണ്ട് തരാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഡീറ്റെയിലൂടെ വരാം. നിങ്ങൾ നഷ്ടത്തിലാണോ ലാഭത്തിൽ വിടുക എന്നുള്ളത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എനിക്ക് കാണണ്ടേ? അത് അയച്ചു തരുന്നുണ്ടോ? ജെന്യുവനായിട്ടാ ചോദിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം അയക്കാം സാർ. ഡീറ്റെയിൽസ് എന്ന് ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെയോ നിങ്ങളുടെ ഡീറ്റെയിൽസ് അല്ല, പാലിറ്റി കെയറിന്റെ അല്ല ഞാൻ ചോദിക്കുന്നത്. പാലിറ്റി കെയറിന്റെ ഒക്കെ അവിടെ നിന്നോട്ടെ, അതൊക്കെ നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ, ഞാനൊന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല. ഞാൻ നിങ്ങൾ ഫണ്ട് ചോദിച്ച് വിളിച്ചതിൻ്റെ അകത്തെ എനിക്ക് തരാൻ മേലെങ്കിൽ തരാൻ മേലെന്ന് പറഞ്ഞ് വെച്ചാൽ മതി എന്ന് എനിക്ക് വെക്കാമായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ജെന്യുവൻ ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങളുടെ ഏതോ ബാലൻസ് ഷീറ്റ് ഒക്കെയാണ് സാർ. ബാലൻസ് ഷീറ്റ് എന്നാൽ നിങ്ങൾക്ക് ഒരു മാസം എന്ത് വരവുണ്ട്? നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ മാർച്ച് മാസം ഓഡിറ്റിംഗ് റിപ്പോർട്ട് അയച്ചു തന്നാൽ മതിയില്ലേ സാർ? മതി. മാർച്ച് മാസത്തെ അതായത് ഈ ഇയർ എൻഡിങ് തീരുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തിലെ എത്ര പൈസ നിങ്ങൾക്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര പൈസ ചെലവുണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? എന്നാലും നിങ്ങൾക്ക് നഷ്ടമാണോ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടത്? അത് നിങ്ങൾ ആ ഭാഗം നിങ്ങളുടെ ഭാഗത്ത് ജെന്യുവൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തിരുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. എനിക്കല്ലാതെ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന രോഗികളോടെ കിടക്കുന്നുണ്ടോ ഇന്നത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇന്നും എനിക്കറിയാം. അതൊക്കെ നിങ്ങൾ വാക്കാ പറയുക, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനോ നിങ്ങളുടെ കിടക്കുന്ന രോഗികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള ബാങ്കിന്റെ ഡീറ്റെയിൽ നിങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തിനകത്ത് കഴിഞ്ഞ 2 വർഷത്തിനകത്ത് നിങ്ങൾ ഏത് ഈ ചാരിറ്റിക്കകത്ത് നിങ്ങൾക്ക് വന്ന പൈസ എത്ര, നിങ്ങൾ എത്ര എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് അയച്ചു തരാൻ പറ്റും സാർ. അത് അയച്ചു തരുവാണെങ്കിൽ ബാക്കി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. അതിനുള്ള എന്റെ പറഞ്ഞ വാട്സ്ആപ്പ് നമ്പർ അയച്ചോ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്യാം. അതൊന്ന് കണ്ടിരിക്കാന്നുള്ള ആവശ്യം എന്റെ ആണല്ലോ. നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് സഹായം ചോദിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം ജെന്യുവൻ ആണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. അതിനൊരു മാറ്റവും വരുന്നതല്ല. ഓക്കെ സാർ, ഓക്കെ, ഡീറ്റെയിൽസ് അയക്കാം സാർ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ.